ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാരാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്നും നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. മറ്റൊന്നുമല്ല, പൊട്ടറ്റോടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റിയാണ്. ഇന്നും എൻ്റെ ബ്രദറുടെ റെസിപ്പിയാണ് കേട്ടോ. ബ്രദറുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3/4 കിലോളം ഉരുളക്കിഴങ്ങ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ അതൊരു വളരെ വെറൈറ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കുറച്ച് ഒത്തിരി കൂടെ ലംസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ഒത്തിരി കൂടെ കട്ടിയില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5-10 കാഷ്യൂനട്ട്, ബദാം, പിസ്ത, അതേപോലെ 1 ടീസ്പൂണോളം നമ്മളുടെ മുന്തിരിങ്ങയും കൂടി ചേർത്തിട്ടാണ്, ഉണക്ക മുന്തിരിയും കൂടി ചേർത്തിട്ടാണ് സോക്ക് ചെയ്ത്. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാനിലേക്ക് നെയ്യ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു 150 ഗ്രാമോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ട് നെയ്യും പൊട്ടറ്റോ കൂടി നന്നായിട്ട് ചേർന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ അതിൽ നമ്മളുടെ പൊട്ടറ്റോയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യായിട്ട് നന്നിട്ടത്. ഇപ്പോൾ നമ്മളുടെ പൊട്ടറ്റോയുടെ കളറൊക്കെ മാറി ചേഞ്ചായി വന്ന് ഇനി അതിലേക്ക് 1 കപ്പ് നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ 1 കപ്പ് പഞ്ചസാര, അതായത് 3/4 കിലോളം ഇതുണ്ടല്ലോ, പൊട്ടറ്റോ ഉണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം മധുരം വേണ്ടേ ഹൽവയാകുമ്പോൾ. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് ആ പഞ്ചസാരയും പൊട്ടറ്റോ കൂടി നന്നായിട്ട് ചേരണവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവ് പാലിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് ചേർക്കണ്ട. അപ്പോൾ അറിയാലോ, നമ്മുടെ കുങ്കുമപ്പൂവ് ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ്, ഒരു മണമൊക്കെ വരും. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നന്നായിട്ട് പൊട്ടറ്റോയും പഞ്ചസാരയും നമ്മളുടെ കുങ്കുമപ്പൂവും എല്ലാം കൂടി ചേർന്നവരൊന്ന് ഇളക്കിയിട്ട് ഇനി അതിലേക്ക് കുറച്ച് നമ്മളുടെ ഏലക്കാപ്പൊടി, ഒരു 5-6 ഏലക്ക 2-3 സ്പൂൺ പഞ്ചസാരയിൽ പൊടിച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പൊട്ടറ്റോ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ വളരെ വെറൈറ്റി കൂടിയാണ്. ഇനി ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളുടെ കമൻറ്റിൽ പറയണം എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലിലേക്കും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.